സാധാരണ ഈ കള്ളൂടിയന്മാർക്ക് ഞാൻ അന്നത്തെ കാലത്താണ് പറയുന്നത് ഭയങ്കര സിഗ്നേച്ചർ എന്തെങ്കിലും കാണും. ചില കള്ളൂടിയന്മാർ 3 പെഗ്ഗൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ കരയുക, ഓവറായിട്ട് ചിരിക്കുക, പാട്ട് പാടുക, തെറി വിളിക്കുക, അങ്ങനെ ധ്യാനം ഭയങ്കരമായിട്ട് ഈ പറഞ്ഞ എല്ലാം ഉണ്ടായിരുന്നു. ഇതിലിപ്പോ പറഞ്ഞ ഒന്നും തന്നെ ഒഴിവാക്കാൻ പറ്റില്ല. ഈ പറഞ്ഞ മീര പറഞ്ഞ ഇതിന്റെ എല്ലാം ഓരോ ഘട്ടങ്ങളായിട്ടാ. കുറച്ച് കഴിയാൻ പാടും, ചീത്ത വിളിക്കും, അലമ്പും, അടിയുണ്ടാക്കും, എന്തൊക്കെ ന്യൂസൻസ് ഉണ്ടാക്കാൻ പറ്റുമോ, എന്തൊക്കെ എന്റർടൈൻമെന്റ് പ്ലസ് ന്യൂസൻസാ അതിന്റെ ഒരു. കാരണം നേരം വെളുപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു. രാത്രി അടി തുടങ്ങിയാൽ പിന്നെ വെളിച്ചം കാണുന്നവർ അടിക്കണം, ഈ വെളിച്ചം കണ്ടിട്ടേ നിർത്തുള്ളൂ, അതായിരുന്നു ശീലം. അപ്പൊ അതിൽ എത്ര എണ്ണം അടിക്കുന്നു, ഇത്ര അടിച്ചാൽ ഫിറ്റാവും, അങ്ങനെയൊന്നുമില്ല, അടിച്ചോണ്ടിരിക്കില്ലായിരുന്നു. നേരം വെളുപ്പിക്കുന്നവരെ ഈ പരിപാടി ചടങ്ങ് തീർത്ത് എന്തെങ്കിലും ഈ പറഞ്ഞാലോ കള്ളൂടി ഓവറായിട്ട് ഈ വണ്ടി ഓടിച്ചിട്ട് വന്നു വല്ല കേസോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ ഓടിക്കാൻ പോയി ബോധം ഉണ്ടായിട്ട് പുറത്തിറങ്ങാൻ പോയി പറ്റാത്ത അവസ്ഥയല്ലേ. അതുകൊണ്ട് എനിക്ക് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവിന് ചെന്നൈയിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. ചെറിയ ക്യാമറ ഒന്നും ഇല്ല, അന്ധകാലല്ലേ. അന്ധകാലത്ത് കുറെ ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. പിന്നെ അവിടെ തമിഴ്നാട് പോലീസ് ഭയങ്കര സഹകരണമാണ്. കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ അപ്പം തന്നെ നമ്മളെ വലിയ പ്രശ്നക്കാരല്ല. ഇവിടത്തെ പോലെ സ്ട്രിക്റ്റ് അല്ല, കുറച്ച് പൈസ. പിന്നെ അവർക്ക് വരുമ്പോൾ നമ്മളെ ഒരു വരവ് കണ്ടാൽ തന്നെ അറിയാം അവ അടിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വണ്ടി ആ സമയത്ത് എന്താ പറയണ്ടേ, കണ്ടാൽ ഒരു ഫ്രൈഡേ നൈറ്റ് അല്ലെങ്കിൽ സാറ്റർഡേ നൈറ്റ് അല്ലെങ്കിൽ പാർട്ടിക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോഴേ, അല്ലെങ്കിൽ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും സ്ഥിരം ചെക്കിംഗ് ഉള്ള 1-2 സ്ഥലങ്ങളുണ്ട് ആ സമയത്ത്. അവിടെയൊക്കെ കാണുമ്പോൾ തന്നെ സാർ എന്ന് പറയുന്ന പോലെ ഞാൻ സാറെന്ന് വിളിക്കുന്നു. അവിടെ അപ്പം തന്നെ സെറ്റിൽമെന്റ് നടക്കുന്നു, പറഞ്ഞു വിടുന്നു. ഒരു സ്ഥിരം ഒരാളാണ്, അവരുടെ ഒരു ഫാമിലി മെമ്പർ. കാര്യം ഞാൻ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്ന കുറേ കാലമായിട്ട് ഇങ്ങനെ ധ്യാനമായിട്ട് ഒരു അഭിമുഖം ചെയ്യണമെന്ന് വിളിക്കുമ്പോഴും എനിക്കിപ്പോൾ ഭയങ്കര ആഗ്രഹമായി. കാരണം ഐ വോണ്ട് സിറ്റ് വിത്ത് യു, ഐ വോണ്ട് ഹാവ് എ ചാറ്റ്. കാരണം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഇന്റർവ്യൂസ് ആണ് ധ്യാനിൻ്റെത്. അപ്പോൾ ഈ കള്ളൂടിയുടെ ഒരു സീസണൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു, ഇപ്പം കംപ്ലീറ്റ്ലി ഒരു ന്യൂ മാൻ ആണ്. അതിനങ്ങനെ ഒരു വാക്കുണ്ട്. എന്നാലും മകളുടെ ഒരു ജനനത്തിന് ശേഷം എല്ലാം നിർത്തി ഒരു പുതു മനുഷ്യൻ, എന്താ മന്നവൻ അല്ല, ഇങ്ങനെ ഒരു പുതിയ മനുഷ്യനായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പൊ ഈ ചേട്ടനോ അച്ഛനോ ഒന്നും പറഞ്ഞിട്ടില്ല? കാരണം വിനീതേട്ടന് ഭയങ്കര ഒരു സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് എനിക്കറിയാം. ഒരുപാട് അതൊന്നും ആ പ്രായത്തിലൊന്നും നമ്മൾ ആര് പറയുന്നതും കേൾക്കാനോ അല്ലെങ്കിൽ വകവയ്ക്കാനോ. കാരണം ചേട്ടൻ എൻ്റെ കാര്യത്തിൽ ഭയങ്കര വളരെ ഇമോഷണലായിട്ട് എൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ടൊക്കെ നീ ഭഗവതി നിർത്തണം, നീ ഈ പറഞ്ഞ ശീലങ്ങളൊക്കെ നിർത്തണം, എന്നോട് പലപ്പോഴായിട്ട് ലൈഫിൽ ഞാൻ പറഞ്ഞ ഇപ്പോഴല്ല, കുറച്ച് വർഷങ്ങൾ മുന്നേ ഒരുപാട് തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്. വളരെ ഇമോഷണലായിട്ട് എന്ന് വെച്ചാൽ കണ്ണൊക്കെ നിറഞ്ഞിട്ട്. കാരണം ഒന്നും കൊണ്ടല്ല, ചിലപ്പോൾ ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അധികകാലം ഞാൻ ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നൽ വന്നതിന് ശേഷമായിരിക്കും. കാരണം അത്രയധികം ഇങ്ങനെ പോവുകയാണെങ്കിൽ, ഈ പോക്ക് പോവുകയാണെങ്കിൽ. എന്നാലും ഒരു ദിവസം എത്ര കുപ്പി വരെ കഴിക്കുമായിരുന്നു നല്ല കഴിച്ചുകൊണ്ടിരുന്ന സമയത്തെ? നല്ല അങ്ങനെ ഒരു കണക്ക് കൃത്യമായിട്ടൊരു കണക്ക് പറയാൻ പറ്റില്ല. ഈസിലി ഒരു ഫുള്ളൊക്കെ അടിക്കുമായിരുന്നു. ആണല്ലേ? ഒറ്റയ്ക്ക് എന്നുവെച്ചാൽ എല്ലാവരും ഇരിക്കുന്ന സർക്കിളിൽ നമ്മൾ ഒരു കുറച്ച് ലിറ്റർ കണക്കിന് എടുത്തിട്ട് നമ്മൾ അത്യാവശ്യം, ഞാൻ പറഞ്ഞില്ലേ, നേരം വെളുപ്പിക്കലായിരുന്നു. ആണ്. എന്നാലും ഒരു റിച്ച് കിഡ് ആയിരുന്നത് കൊണ്ടേ, സ്പോയിൽഡ് റിച്ച് കിഡ് ആയിരുന്നോണ്ട് ഈ പൈസ ഇടുന്ന ഷെയർ ആണോ അതോ എങ്ങനെയാണ് ധ്യാനിന്റെ എല്ലാരും അങ്ങ്? അല്ലല്ല, അങ്ങനെയൊന്നും. നമ്മള് കൂട്ടായ്മ ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നമ്മള് ഇതിനൊരു ഈ കാര്യം വരുമ്പോൾ എല്ലാവരും ഒരുമിച്ചെത്തും. അതുകൊണ്ട് നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു ഇതൊന്നുമില്ല, ഇന്ന് ഞാൻ നാളെ നീ എന്നുള്ള പരിപാടിയാണ്. അല്ല, ഈ നദികൾ സുന്ദരി യമുന പറയുമ്പോൾ ഭയങ്കര വൈറലായ ഒരു സംഭവമാണ്. ശ്രീനിയേട്ടൻ ഇത് കാണാനായിട്ട് വീൽ ചെയറിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അമ്മ ഉണ്ടായിരുന്നു, അച്ഛൻ കണ്ടിട്ട് പേഴ്സണലി എന്നാ പറഞ്ഞു ധ്യാൻ്റെ അടുത്ത്? പേഴ്സണലി ഞാൻ ആക്ച്വലി അച്ഛനെ കണ്ടിട്ടില്ല അതിന് ശേഷം. കാരണം ഞാൻ ഷൂട്ടിലായിരുന്നു, ഞാൻ വയനാട് നിന്ന് ഇപ്പോൾ വരുന്നത്. പക്ഷേ അമ്മയോട് ഞാൻ അന്ന് രാത്രി തന്നെ വിളിച്ച് ചോദിച്ചു അച്ഛന് ഇഷ്ടമായിരുന്നു. അമ്മ പറഞ്ഞു അച്ഛന് ഇഷ്ടമായി. കാരണം ഞാൻ അച്ഛനും അമ്മയും കാണണം അല്ലെങ്കിൽ അങ്ങനെ ഞാൻ ക്ഷണിച്ചപ്പോൾ ഞാൻ വിചാരിച്ചില്ല അച്ഛൻ ആക്ച്വലി വരും എന്നുള്ള കാര്യം പോലും. പക്ഷെ അച്ഛൻ അത്രയും വയ്യായ്മ നിന്നിട്ട് പോലും അച്ഛൻ വന്നു. അച്ഛൻ ആ സിനിമ തീരുന്നവരെ ഇരുന്നു, കണ്ടു, ഇഷ്ടമായി. നമ്മ രാത്രി വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് അതിനപ്പുറം, അപ്പം ഞാൻ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂവിലും പറഞ്ഞു അതിനേക്കാളും വലിയ സന്തോഷമാണ് ഞാൻ അച്ഛൻ ഒരു നേരത്തെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് അച്ഛൻ അതിന് നല്ലത് പറയുമ്പോൾ. പക്ഷേ ഇതൊരു ടോപ്പപ്പ് പോലെ, ഒരു ആഡ് ഓൺ പോലെ, അല്ലെങ്കിൽ വേറൊരു ചെറിയ ഓണ കേക്ക് എന്ന് പറഞ്ഞ പോലെ ഇത് സിനിമയും കൂടെ നല്ലതെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അച്ഛൻ പറയോ കുറച്ചുകൂടെ ചൂസ് ചെയ്യാവണം നീ? ഇല്ല, ഞങ്ങൾ അങ്ങനെ സിനിമാ ചർച്ചകൾ ഇല്ല. കാരണം നിനക്ക് നിന്റെ വഴി, എനിക്ക് എൻ്റെ വഴി എന്നുള്ള റൂട്ടാണ് അന്നും നമുക്ക് ആ ഒരു ഫ്രീഡം പുള്ളി എല്ലാ കാര്യത്തിലും. തൻ്റെ തീരുമാനം നിന്റെ വിധി, നിന്റെ തീരുമാനങ്ങളാണെന്നുള്ളത് പോലെ.
അല്ല ഞെട്ടിച്ചു കളഞ്ഞു. കാരണം ശ്രീനിയേട്ടൻ കല്യാണത്തിന് കയറിയിട്ട് വിളിച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ മകനെന്ന് വിശ്വസിക്കുന്ന ധ്യാൻ ശ്രീനിവാസന് വേദിയിലോട്ട് വരാം. അവിടെ പോലും തഗ്ഗാണ്. ഈ തഗ് ശരിക്കും ഇങ്ങനെ ബ്ലഡ് ലൈനിൽ കിട്ടിയതാണോ? പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് അത് പറഞ്ഞു വരുമ്പോൾ, അല്ലേ? പൊളിറ്റിക്കലി റോങ് ആണ്. മകനെന്ന് വിശ്വസിക്കുന്ന അതെ. അപ്പൊ അവിടെ പോലും നമ്മളിപ്പോ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലത്താണ് നിൽക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ പൊളിറ്റിക്കലി റോങ് ആണ്. അതിന് എനിക്ക് വേണമെങ്കിൽ എന്നെ കേസ് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ല, അമ്മയുടെ മുഖത്തൊക്കെ ഒരു ചെറിയ ചമ്മലും ചിരിയൊക്കെ. അപ്പോ ഇന്നത്തെ കാലത്ത് അത് പറയുന്നത് തഗ് വേറെ, പക്ഷേ എന്നാൽ പോലും നമ്മളതൊക്കെ എല്ലാവരും പറഞ്ഞ പോലെ അവിടെ ഇരിക്കുന്ന ഭീകരന്മാർ കുറെ പേര് ഇരിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ പലരും, രാഷ്ട്രീയക്കാരായിക്കോട്ടെ മന്ത്രിമാരും ഉൾപ്പെടെ എല്ലാവരും ചിരിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു, ചുറ്റും ഈ സമൂഹം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് മൊത്തം. അപ്പൊ പിന്നെ നമ്മൾ അതിന്റെ കൂടെ ഒന്ന് ചിരിക്കുക വേറെ വഴി. അപ്പൊ എന്നാൽ പോലും അത് ഇങ്ങനെ ഒരു വെൽക്കമിങ് എന്റെ കല്യാണത്തിന് കിട്ടുമെന്ന് ഞാൻ ഒരാളുടെയും ഇങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്ക് എന്റെ മകൻ സ്വാഗതം ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ മകൻ എന്ന് വിശ്വസിക്കുന്നു. അത് 2 ദിവസം മുന്നേ തന്നെ ആലോചിച്ച് പുള്ളി എന്ത് പറഞ്ഞിട്ട് ഇവനെ നാറ്റിക്കുന്നു പറഞ്ഞ് പ്രിപ്പയർഡ് ആയിട്ട് വന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. നമ്മളെ ചില സാധനങ്ങളെ ഒന്ന് പ്രിപ്പയർ ചെയ്യല്ലോ, അതുപോലെ എന്നെ വന്നിട്ടൊന്ന് അധിക്ഷേപിക്കാൻ വേണ്ടി തന്നെ. ഇതുപോലെ വേറെ എവിടെയെങ്കിലും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഞെട്ടിയ എന്തെങ്കിലും ഉണ്ടോ ശ്രീനിയേട്ടൻ വന്നിട്ട്? ഒരുപാട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ പണ്ട് സ്ഥിരമായിട്ടുണ്ടായിരുന്ന ഒരു ശീലം പുള്ളിയുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി കൂട്ടുകാരൊക്കെ കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇടക്ക് രാത്രി കാലങ്ങളിൽ പുള്ളിയുടെ മദ്യപാന സഭകളിലൊക്കെ ഇടക്ക് എന്നെ വിളിപ്പിക്കും. രാത്രിയൊക്കെ ആകുമ്പോൾ വിളിപ്പിച്ചിരുത്തിയതിനു ശേഷം ആദ്യം ഞാനിത് രണ്ട് സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളൂ. ആദ്യം വിനീതിനെ പോലെയല്ല, ഭയങ്കര കൃത്യമായിട്ട് സിനിമയെ പറ്റി ഭയങ്കര ഹ്യൂമർ സെൻസ് ആണ് അവനേക്കാൾ എന്നൊക്കെ പറഞ്ഞ് ആദ്യം എന്നത് 2 വാക്ക് പൊക്കി പറയും. പിന്നെ എൻ്റെ അതേ സ്വഭാവമാണ്. പൊക്കി പറഞ്ഞ 2 മിനിറ്റ് കഴിഞ്ഞാൽ പക്ഷെ ഒന്നിനും കൊള്ളാത്തൊരു യൂസ്ലെസ്, ഇവനെപ്പോലൊരു പഠിക്കുകയില്ല, ഒന്നും ചെയ്യുകയില്ല, കുറേ പെണ്ണുങ്ങളിവിടെ ഇങ്ങനെ വെറുതെ നടക്കാൻ വെറും ഇങ്ങനെ എന്നെ അടിച്ച് എന്താ പറയണ്ടേ, എഗെയിൻ പൊളിറ്റിക്കലി ഇൻകറക്റ്റ്. ഇത്രയും ആൾക്കാരെ മുന്നിൽ വെച്ചിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്ത് പൊക്കി പറഞ്ഞതിൻ്റെ ഇരട്ടി ഇൻസൾട്ട് ചെയ്തിട്ട് ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് എന്നിട്ട് കിടത്തി വിടും. എന്നാലും വിനീതേട്ടനെ പറയുന്നതിനേക്കാൾ സ്വാതന്ത്ര്യത്തോട് ധ്യാനിനെ പറയുന്ന ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ശ്രീനിധൻ വിനീതനോട് എനിക്ക് തോന്നുന്നു വേറൊരു കൈൻഡ് ഓഫ് ഒരു അഫെക്ഷൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു പ്രൊഫഷണൽ ബന്ധമാണ് അവർ തമ്മിൽ. അതെ, എന്നോട് പുള്ളിക്കൊരു മമതയും കുറച്ചൊരു എനിക്ക് തോന്നുന്നു. പൊതുവെ വീടുകളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇളയ കുട്ടിയോട് അച്ഛനമ്മമാർക്ക് ഒരു പ്രത്യേക ഒരു സ്നേഹം ഉണ്ടാവുമല്ലോ, ഇളയ മോളോട്. അപ്പൊ ആ ഒരു സാധനം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏട്ടന് കിട്ടാത്തതിനേക്കാളും കുറച്ചുകൂടെ ഒരു വാത്സല്യവും ഒരു സ്നേഹവും കൂടുതലും ഒരു ഇതും എനിക്ക് അച്ഛനും അമ്മയും. അത് ഇൻഫാക്ട് ഏട്ടനും എനിക്കത് ആ ഒരു കൺസേൺ അല്ലെങ്കിൽ ആ ഒരു സാധനം, ഒരു അച്ഛൻ്റെ സ്ഥാനത്താണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഏട്ടനെ ഞാൻ കാണുന്നതും. അപ്പോൾ ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് 3 പേര് കിട്ടിയിട്ടുണ്ട്. അല്ല, നിങ്ങൾ തമ്മിൽ ഇങ്ങനെ കമിഴ്ന്ന് കിടന്ന് റോൾ ചെയ്ത് അടി ഉണ്ടാക്കുക അതൊക്കെ ഉണ്ടായിരുന്നോ പണ്ട്? പുള്ളി അങ്ങനെ ഒരാളല്ലല്ലോ. വിനീത് ശ്രീനിവാസൻ മറ്റേ ബെഡിൽ കമിഴ്ന്ന് കിടന്ന് അടി ഉണ്ടാക്കുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റും. പുള്ളി അന്നും ഇന്നും എന്തെങ്കിലും പ്രശ്നം വെരി കാം ആൻഡ് കമ്പോസ്ഡ്. അന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഞാൻ എന്തെങ്കിലും ചെയ്താലും മാത്രമേ പുള്ളി അതും റിയാക്ട് ചെയ്യുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു മിനിമൽ റിയാക്ഷനാണ്.